നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ റെക്കോംബി എന്ന സ്ഥലത്തിനടുത്തുള്ള കൽപ്പ എന്ന ഗ്രാമത്തിലാണ്. നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. ചുറ്റും കണ്ടോ മഞ്ഞ് മൂടിയ മലനിരകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ഓംലെറ്റ്, അതുപോലെ മാഗി. ഹോട്ടൽ നടത്തുന്നവരാണ് കേട്ടോ നമ്മുടെ അപ്പുറം നിൽക്കുന്നത്. പിന്നെ ആ മധ്യത്ത് കാണുന്ന ഇസ്രായേലിൽ നിന്ന് വന്ന എൽദോ എന്ന് പേരുള്ള ഒരാളാണ്. അവൻ ഹിമാലയൻ റൈഡിന് വന്നിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന നിർവാണ ഹോം സ്റ്റേയിൽ നിന്ന് പിന്നെയും ഒരു 4 കിലോമീറ്റർ മുകളിലേക്ക് കുത്തിനെയുള്ള കയറ്റം, ഹെയർപിൻ ബെൻസൊക്കെ ഉള്ളതാണ്. കയറി ആണ് നമുക്ക് കൽപ്പ വില്ലേജിലേക്ക് പോകേണ്ടത്. കുറച്ചുകൂടെ തണുപ്പ് കൂടുതലാണ്, ഉയരവും കൂടുതലാണ്. അവിടെ 1200ഓളം ഗ്രാമവാസികളാണ് അവിടെ ഉള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൽപ്പയിൽ പ്രധാനമായിട്ടും ഒരു 3-4 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് ഈ ഗ്രാമഭംഗി തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. ആ തണുപ്പും ആ കാഴ്ചയും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയൻ മലനിരകളും അതൊരു വലിയൊരു കാഴ്ചയാണ്. ആ തണുപ്പ്. അതുപോലെ പിന്നെയുള്ളത് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട് അവിടെ. പിന്നെ ഒരു നാരായൺ നാഗിനി ക്ഷേത്രമുണ്ട്. 1000ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഉള്ളത് ഒരു ഫോർട്ട് എന്ന് വിളിക്കുന്ന ചെറിയൊരു ഗോപുരമുണ്ട്. അതുപോലെ അവിടെ നിന്ന് പിന്നെയും ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റോഗി വില്ലേജ് എന്നൊരു ഗ്രാമമുണ്ട്. ആ പോകുന്ന വഴിക്ക് ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട്. ഇതൊക്കെയാണ് കൽപ്പയിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഇവിടെയും ഹോം സ്റ്റേകളൊക്കെ ഒരുപാടുണ്ട്, കഫേകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെയാണ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയും അതുപോലെ ആ ഫോർട്ടും. ആ ഫോർട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫോർട്ട്, പിന്നെ അതുപോലെ നാരായൺ നാഗിനി ടെമ്പിൾ ഉള്ളത്. ഇവിടെ 750 പേരോ അങ്ങനെ ഇത്രയല്ലേ ഉള്ളൂ? അങ്ങനെയല്ലേ? ഇവിടുത്തെ കാര്യമല്ലേ? ആണ് 750 പേരുള്ളത് ഇവിടെ അല്ലേ? കൽപ്പയിലാണെന്ന് തോന്നുന്നു. ഇതൊരാൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നത്. നമ്മുടെ നാട്ടിലല്ല അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നത് കേട്ടാ. എല്ലാവർക്കും അമ്മയെ കാണണം. ഹായ്, ഇതാപ്പോൾ ഇവിടുത്തെ കൽപ്പ വില്ലേജിൽ അംഗൻവാടിയാണ് കേട്ടോ. അംഗൻവാടി നമ്മുടെ നാട്ടിലെ പോലെ അംഗൻവാടിയാണ്, അങ്കണവാടി. ഇത് കൽപ്പ വില്ലേജിലെ മിഡിൽ സ്കൂളാണ്. നേരത്തെ നമ്മൾ കണ്ടത് അങ്കണവാടിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഈ മിഡിൽ സ്കൂളും ഉള്ളത്. നമ്മുടെ നാട്ടിലെ UP സ്കൂൾ പോലെയാണ്. കുട്ടികളൊക്കെ കളിക്കുകയാണ്. ഇവിടെ ഗ്രൗണ്ട് കുറവാണ് കേട്ടോ, ചുരുങ്ങിയ സ്ഥലത്ത്. കാരണം ഇവിടെ ഗ്രൗണ്ടിനുള്ള ഇടമില്ല. ഉള്ള സ്ഥലത്ത് ഈ കുട്ടികൾ കളിക്കുകയാണ്.
20 kilometers away. Which place? Dibba. I mean, Tompio? No, Raja Road. Kasa Road. താഴെ മറ്റൊരു ഗ്രാമമുണ്ട്. ഇവിടെ 20 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞേ. ഇതാണ് കൽപ്പ ഫോർട്ട്. ഫോർട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു ചിത്രമാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ ഇതാണ് ഇവിടുത്തെ കൽപ്പ ഫോർട്ട്. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ കൽപ്പ വില്ലേജ് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ നിർമ്മാണം നോക്കി ഭയങ്കര രസമാണ്. അതായത് മരം അതുപോലെ കല്ല്, മിനിക്കിയ കല്ല്. നമ്മളെ അരുണാചൽ പ്രദേശിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ രീതിയിലാണ്. മലാന വില്ലേജിൽ പോയപ്പോൾ അവിടുത്തെ പരമ്പരാഗത വീടുകളും ഒക്കെ ഈ രീതിയിലായിരുന്നു. മരവും കല്ലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. റേഷനാണ് കേട്ടോ. ചിലരുടെ യൂണിഫോം ബ്ലാക്ക് റെഡ്. ഇത് ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ട് ഇവിടെ ഈ ഭാഗത്ത് ഹിമാചലിൽ ഇഷ്ടംപോലെ പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്രിക്കോട്ട്. അത് തന്നെ മരവും കല്ലും കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതാണ് ടെമ്പിൾ. ഇതാണ് നാരായൺ നാഗിനി ദേവി ടെമ്പിൾ. 5000-ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് കൽപ്പയിൽ വെച്ച് കണ്ടുമുട്ടിയ അൻഷും സുഹാനയുമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്.